Welcome all. So, നമുക്ക് questions ഓരോന്നായിട്ട് check ചെയ്യാം. First question, dash refers loosely to the process of semi-automatically analyzing large databases to find useful patterns. Options are data mining, data warehousing, database management system, and data mirroring. എന്തായിരിക്കും ആൻസർ? ഡേറ്റ മൈനിങ്. ഡേറ്റ മൈനിങ്. പിന്നെ എനി അതർ ഓപ്ഷൻ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡാഷ് റെഫേഴ്സ് ലൂസ്ലി ടു ദ പ്രോസസ് ഓഫ് സെമി ഓട്ടോമാറ്റിക്കലി അനലൈസിങ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ കീവേഡ് ആണ് അനലൈസിങ്. അതായത് ലാർജ് ഡേറ്റാബേസസ് ടു ഫൈൻഡ് ഔട്ട് യൂസ്ഫുൾ പാറ്റേൺസ്. യൂസ്ഫുൾ പാറ്റേൺസ് കിട്ടുന്നതിന് വേണ്ടി ലാർജ് ഡേറ്റാബേസസിനെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പം അനലൈസിങ് എന്ന് പറയുന്ന കീവേഡ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. കാരണം നമുക്കറിയാം ഡേറ്റ വെയർഹൗസ് എന്താണ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്, അല്ലെങ്കിൽ ഡേറ്റ മൈനിങ് എന്താണ്, ഡേറ്റ മിററിംഗ് പറഞ്ഞാൽ നമുക്ക് ഏകദേശം എല്ലാത്തിനെ കുറിച്ച് ഐഡിയ ഉണ്ട് അല്ലെ. അനലൈസിങ് എന്ന് ചോദിക്കുമ്പം ഇത് സ്റ്റോറേജ് അല്ല, സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയെ അനലൈസ് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ വെയർഹൗസിൽ നിന്ന് ഡേറ്റ ഇൻഫർമേഷനെ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തെടുത്തത്. ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്. അത് നമുക്കറിയാം നമ്മുടെ ഓരോ സ്പെഷ്യൽ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ എന്ത് ആവശ്യമാണോ നമുക്കുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഓരോ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഡേറ്റാബേസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ളതാണെങ്കിൽ സ്റ്റുഡൻസിന്റെ ഒരു ഡേറ്റാബേസ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഓരോ പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറേജ് ആണ് എന്തെന്ന് പറയുന്നത് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റ വെയർഹൗസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരു സിസ്റ്റം ആയിരിക്കത്തില്ല, പല ഡേറ്റാബേസുകളിൽ നിന്നും നമുക്ക് വേണ്ട ഇൻഫർമേഷനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുത്ത് സൂക്ഷിക്കുന്ന ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഡേറ്റാബേസിനെയാണ് നമ്മൾ ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്നത്. അതായത് പല ടൈപ്പ് ഓഫ് ഡേറ്റാബേസിൽ നിന്നായിരിക്കും ഈ ഡേറ്റ നമുക്ക് വേണ്ട ഡേറ്റയെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഡേറ്റ വെയർഹൗസ്. അപ്പൊ ഈ ഡേറ്റ വെയർഹൗസിൽ ഇരിക്കുന്ന ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. നമ്മളുടെ ഇൻഫർമേഷൻ, ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഒക്കെ കൂട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒക്കെ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞ് അനലൈസ് ചെയ്യണം. ഉള്ള ഡേറ്റയെ അവർ അനലൈസ് ചെയ്യാൻ വേണ്ടി ഈ ഡേറ്റ വെയർഹൗസിലെ ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ മൈനിങ്. ഡേറ്റ മൈനിങ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയി, ഡേറ്റ വെയർഹൗസിംഗ് എന്താണെന്ന് ക്ലിയർ ആയി, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഡേറ്റാബേസ് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി. എനി ഐഡിയ അബൌട്ട് ഡേറ്റ മിററിംഗ്? ഈ വെയർഹൗസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിംഗ് ആണോ? ഡേറ്റ ഉദ്ദേശിക്കുന്നത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതാണ്. ഡേറ്റാബേസ് പോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ഡേറ്റ വെയർഹൗസ്. ഡേറ്റാബേസസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഡേറ്റ വെയർഹൗസിങ്? ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഡേറ്റ. ഇപ്പൊ അതേപോലെ നമ്മൾ റെയിൽവേയുടെ യൂസ് ചെയ്യാണ്. അപ്പൊ റെയിൽവേയുടെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് വേറൊരു ഡേറ്റാബേസ്. അങ്ങനെ പല ഡേറ്റാബേസുകൾ നമുക്ക് കാണാം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പല ഡേറ്റാബേസുകളിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ളത് എന്തോ അതിനെ നമ്മൾ ഡേറ്റ വെയർഹൗസിലേക്ക് ഫിൽട്ടർ ചെയ്തെടുക്കും നമുക്ക് വേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ 1 to 100 വരെയുണ്ട്, നമുക്ക് ഒരു 2 to 50 വരെയുള്ള ഡേറ്റ മതി. അപ്പൊ ഇത്രയും ഡേറ്റയെ മാത്രം എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഡേറ്റ വെയർഹൗസിലേക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇവിടെ വേറെ ബാങ്കിങ്ങിന്റെയോ വല്ലോ ആയിരിക്കാം, അവിടെ നമുക്ക് കുറെ ഡേറ്റ ഉണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ ഓരോ നീഡ് അനുസരിച്ച് ആവശ്യമുള്ള ഡേറ്റയെ നമ്മൾ പുതിയൊരു സിസ്റ്റത്തിലേക്ക് പുതിയ ഒരു ഡേറ്റ വെയർഹൗസിലേക്ക് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നു. അതായത് പല ഡേറ്റാബേസുകളിൽ നിന്നുമുള്ള നമുക്ക് വേണ്ട ഡേറ്റയെ ഫിൽറ്റർ ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ ഡേറ്റ വെയർഹൗസ് എന്തിനാന്ന് ചോദിച്ചാൽ ഡേറ്റ മൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ഡേറ്റ മൈൻ ചെയ്യുന്ന എന്തിനാണ്? ഓരോ കമ്പനീസ് അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷൻസിന് അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഡേറ്റ മൈനിങ്. അപ്പൊ ഡേറ്റ മൈനിങ്ങിനുള്ള ഡേറ്റ എവിടുന്നാണ് കിട്ടുന്നത്? ഡേറ്റ വെയർഹൗസിൽ നിന്നാണ്. മാഡം അതൊരു ജോയിൻ ഓപ്പറേഷനിൽ നിന്ന് നമുക്ക് ഇത് വേറെ ഒരു ടേബിളിലുള്ള സാധനം നമുക്ക്
ഇതിലേക്ക് എടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതിനൊരു വെയർ ഹൗസ് ഒരു കൺസറിന്റെ ആവശ്യം എന്താണ്? അതാ പറഞ്ഞത്, ഇവിടെ ഇപ്പൊ എത്ര വേണ്ടി ഡേറ്റ ആയിരിക്കും. ഇപ്പൊ സ്റ്റുഡൻസിന്റെ ഡേറ്റ, ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞാണ്, ഇത് വലിയ ഒരു ഡേറ്റാബേസ്, പല പല ഡേറ്റാബേസ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒരു കോളേജിലെ സ്റ്റുഡൻസിന്റെ ഡേറ്റ ആയിരിക്കാം, ഇവിടെ ഒരു ബാങ്കിന്റെ ഡേറ്റ ആയിരിക്കാം, ഡേറ്റാബേസ് ആയിരിക്കാം, ഇവിടെ റെയിൽവേയുടെ ആയിരിക്കാം. നമ്മൾ ഏതോ ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഈ 3 ഡേറ്റാബേസിലെയും ഡേറ്റ നമുക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ നോർമൽ ഇത്രയും വലിയ ഡേറ്റാബേസ് എവിടെയായിരിക്കും ഇരിക്കുന്നത്, അവിടെ നിന്നും ഓരോ ഡേറ്റയെ റിട്രീവ് ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ്ങും അതിന്റെ കോസ്റ്റ് എഫക്റ്റീവും ഒക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ ഈസി ആപ്ലിക്കേഷൻ ഡേറ്റ മൈൻ ചെയ്യുന്നത് ഈസി ആക്കാൻ വേണ്ടി ഓരോ ഡേറ്റാബേസിൽ നിന്നും നമുക്ക് വേണ്ട അത്ര ഇൻഫർമേഷനെ മാത്രം സെപ്പറേറ്റ്ലി നമ്മൾ എടുത്തിട്ട് ആ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൈൻ ചെയ്യുന്നത്. അത് ഡയറക്ട്ലി ഫ്രം ദ ഡേറ്റാബേസ് അല്ല. ഡേറ്റാബേസിൽ നിന്നുള്ള വേണ്ട ഇൻഫർമേഷനെ നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് നമ്മൾ ഡേറ്റ വെയർഹൗസ് ആക്കി എടുത്തിട്ട് ആ ഡേറ്റ വെയർഹൗസിൽ നിന്നാണ് മൈനിങ് ചെയ്യുന്നത്. നമുക്ക് ആക്സസ് ഉള്ള ഡാറ്റാബേസിൽ നിന്ന് മാത്രമല്ല നമ്മളല്ലല്ലോ ചെയ്യുന്നത്, നമ്മളല്ലല്ലോ. ഇപ്പൊ വലിയ വലിയ കമ്പനികള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അവരുടെയൊക്കെ എത്രമാത്രം നീഡും കാര്യങ്ങളും ഉണ്ട് നമുക്കറിയത്തില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ബാങ്ക് ആണെങ്കിൽ അവരുടെ എത്രമാത്രം ഈ ലോകത്തുള്ളവരുടെ അല്ലെങ്കിൽ ഈ ഇന്ത്യയിലുള്ളവരുടെ തന്നെ എത്രമാത്രം കസ്റ്റമേഴ്സ് കാണും, അവരുടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഓരോ ഡേറ്റാബേസിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ആ അത്രയും ഡേറ്റാബേസിൽ നിന്നും ഈ നമുക്ക് വേണ്ട ഡേറ്റ അല്ലെങ്കിൽ മൈൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഡേറ്റ അത്രയും എടുക്കുക എന്ന് പറഞ്ഞാൽ കുറെ കോംപ്ലിക്കേഷൻസ് ഉള്ളതായിരിക്കാം. അപ്പൊ അതിനുവേണ്ടി ഈസി പ്രോസസ്സിങ്ങിന് വേണ്ടി ഈ ഡേറ്റാബേസുകളിൽ നിന്നും എത്രയൊക്കെ ഡേറ്റാബേസുകൾ വേണമെന്ന് നമുക്കറിയില്ല. അപ്പൊ അതിന്റെയൊക്കെ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് വേണ്ട ഡേറ്റാബേസുകളിൽ നിന്നും വേണ്ട ഡേറ്റയെ കുറച്ച് ഡേറ്റയെ എന്തൊക്കെ ഡേറ്റയാണോ, ഹിസ്റ്റോറിക്കൽ ഡേറ്റ കാണും, പഴയ കാലത്തെ ഡേറ്റയൊക്കെ വേണ്ടി വരും ഇവരുടെ അനലൈസ് ചെയ്യാനും എടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ വേണ്ട ഡേറ്റയെ ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് സൂക്ഷിച്ചു വെക്കുന്നത്. എന്നിട്ട് ഡേറ്റ വെയർഹൗസിൽ നിന്നാണ് നമ്മൾ മൈൻ ചെയ്യുന്നത്. അത് എത്ര കൂടുതലായിട്ട് നിങ്ങൾ കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഡിഫറെന്റ് ഡേറ്റാബേസ് എന്താണെന്നുള്ളത് ഓരോ സെപ്പറേറ്റ് ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഈ ഓരോ ആപ്ലിക്കേഷനിൽ നിന്നുമുള്ള ഡേറ്റയെ ഇവര് ഫിൽറ്റർ ചെയ്ത് ഡേറ്റ വെയർഹൗസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ആക്കുന്നു. അങ്ങനെ ഡേറ്റ വെയർഹൗസിൽ ഫിൽറ്റർ ചെയ്ത് മോഡിഫൈ ചെയ്ത് റിഡൻഡൻസി ഒക്കെ മാറ്റി, ഇവിടെ കുറെ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട് ഡേറ്റ വെയർഹൗസിംഗ്, ക്ലീനിങ്, ഫിൽറ്ററിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 9 സ്റ്റേറ്റ്സുകളുണ്ട് ഇവിടെ, 7-9 സ്റ്റേറ്റ്സുകൾ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡേറ്റ വെയർഹൗസിലേക്ക് നമുക്ക് വേണ്ട ഡേറ്റയെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഡേറ്റയിൽ നിന്നാണ് നമ്മുടെ ഓരോ ഓർഗനൈസേഷൻസ് അവർക്ക് വേണ്ട അനലൈസിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ആ അനലൈസിങ്ങിന് പറയുന്ന പേരാണ് ഡേറ്റ മൈനിങ്. ക്ലിയർ? ഓക്കെ. ദെൻ അനദർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ മിററിംഗ് ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ നോർമലി സിസ്റ്റം ബാക്കപ്പ് എടുക്കത്തില്ലേ, അതേപോലത്തെ ഒരു കൺസെപ്റ്റ് ആണ് മിററിംഗ്. അപ്പോൾ അത് ഓർത്തിരിക്കുക എന്താന്നുള്ളത്. അപ്പം നമ്മുടെ ആൻസർ ഡേറ്റ മൈനിങ് ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. ഡാറ്റ മിററിംഗ് എന്ന് പറഞ്ഞാൽ ഈ റെയ്ഡ് പോലത്തെ ഒരു കൺസെപ്റ്റ് ആണോ? നമ്മുടെ ഹാർഡ് ഡിസ്ക് റെയ്ഡ് പോലത്തെ, സെർവറുള്ള റെയ്ഡ് പോലത്തെ നമ്മൾ ഈ ഡേറ്റ മൈനിങ്ങിലൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ബാക്കപ്പ്, അതിന്റെ ഒരു ന്യൂവർ ഒരു ടെക്നോളജി. ഇപ്പൊ ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു ന്യൂ ടെക്നോളജിയാണ്. അതേപോലെ ബാക്കപ്പിന്റെ വേറെ എന്തൊക്കെയോ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ് ഡേറ്റ മിററിംഗ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഇപ്പം നമ്മൾ ബാക്കപ്പ് എടുക്കുന്നത് എങ്ങനെയായിരിക്കും, ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ ആണെങ്കിലും ബാക്കപ്പ് എടുക്കുന്നത് നമ്മള് ഇപ്പം പുതിയ സിസ്റ്റം നമ്മൾ വാങ്ങി കുറെ നാൾ കഴിയുമ്പം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ബാക്കപ്പ് എടുക്കുന്നത്. നമ്മളൊരു പ്രത്യേക ടൈമിൽ നമ്മൾ കൊടുത്തിട്ടായിരിക്കും, നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടായിരിക്കും ബാക്കപ്പ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഈ ഡേറ്റ മിററിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ബാക്കപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡേറ്റാബേസ് അപ്ഡേറ്റ് ആകത്തില്ലേ, അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് കൊടുക്കുന്നത് അപ്പൊ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ടുകൊണ്ടിരിക്കും. അത് പുതിയ ടെക്നോളജിയാണ്. ബാക്കപ്പും ഡേറ്റ മിററിംഗും അതാണ്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തൊക്കെ സിസ്റ്റത്തിൽ ചേഞ്ച് ചെയ്യുന്നു അതെല്ലാം ഓട്ടോമാറ്റിക്കലി ബാക്കപ്പ് ആവുന്നു, അല്ലാതെ നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണ്ട. ആ ഒരു കൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which data management language component enabled the database administrator or DBA to define the schema components? DML, subschema DDL, schema DDL, all of these. All of this. DML, schema DDL. DML. Schema DDL. Which data management language component enabled the DBA? Database administrator duty എന്താണെന്ന് നമുക്കറിയാലോ. നമ്മളെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ
റെക്കോർഡഡ് ക്ലാസ്സിലൊക്കെ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി അനുസരിച്ച് സ്കീമയെ ഡിഫൈൻ ചെയ്യുന്നു. സ്കീമ മീൻസ് ഡിസൈൻ ഓഫ് ദ ഡാറ്റ. ഓക്കെ, ഡിസൈൻ അല്ലേ, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ. അപ്പൊ സ്ട്രക്ചറിനെ ഒരു ടേബിൾ ഇങ്ങനെ ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെ വേണം എന്നുള്ള ആ സ്കീമയെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്കറിയാം ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ആ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ത് ലാംഗ്വേജ്, വിച്ച് ലാംഗ്വേജ് എന്നാ ചോദിച്ചിരിക്കുന്നത്, ഏത് ലാംഗ്വേജിന്റെ ഹെൽപ്പോട് കൂടിയാണ് സ്കീമയെ ഡിഫൈൻ ചെയ്യുന്നത്? വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് യൂസ്ഡ്? DML, DML, പിന്നെ DCL, DDL, DDL, DCL, DCL, പിന്നെ TCL. TCL അല്ലേ? ഇതിന്റെ ഡിഫറൻഷിയേഷൻ നിങ്ങൾക്ക് അറിയാമോ? അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഡേറ്റ ഡിക്ലറേഷൻ ഒക്കെ ചെയ്യുന്നത് DDL. ഇത് DML എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് അല്ലേ? ഡേറ്റയെ മാനിപ്പുലേഷൻ ചെയ്യുക. അതായത് ഈ ടേബിളിനകത്തുള്ളതിനെയാണല്ലോ നമ്മൾ എന്തെന്ന് പറയാ? ടേബിളിനടുത്ത് അകത്തുള്ള കണ്ടന്റ്സിനെ എന്താ നമ്മൾ പറയാ? ഡേറ്റ. അപ്പൊ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ലാംഗ്വേജസിനെയാണ്, അതായത് ടേബിളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ടേബിളിനകത്തെ ഡേറ്റയ്ക്ക് ചേഞ്ചസ് കൊണ്ടുവരുന്ന ലാംഗ്വേജ് ആണ് എന്ത്? DML എന്ന് പറയുന്നത്. പ്ലീസ് ഗീവ് സം എക്സാമ്പിൾസ് DML-ന്. സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്. ഓക്കെ, സെലക്ട്, ഇൻസേർട്ട്, ഇതെല്ലാം എന്താണ്? ഓൾട്ടർ വരുവോ? ഓൾട്ടർ DDL ആണ്. അതായത് ഇതിന് ഉള്ളിലുള്ള ഡേറ്റയ്ക്ക് ചേഞ്ചസ് വരുത്തുന്ന ലാംഗ്വേജസ് ആണ് DML. ലൈക്ക് സെലക്ട് സ്റ്റേറ്റ്മെന്റ്, ഇൻസേർട്ട്, പിന്നെ അതുപോലെ എന്താണ് അപ്ഡേറ്റ്, ഇതെല്ലാം DML ലാംഗ്വേജ് ആണ്. ഇനി DDL എന്ന് വെച്ചാൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അതായത് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാലാണ് ഈ ടേബിളിന്റെ ഡിസൈൻ അല്ലെങ്കിൽ സ്കീമ, അതിന്റെ സ്ട്രക്ചറിനെ ചേഞ്ച് വരുത്തുന്ന, ഡേറ്റയെ അല്ല, ഇതിനുള്ളിലുള്ള ഡേറ്റയെ അല്ല. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മളൊരു ടേബിൾ വരച്ചു. ടേബിളിന് എത്ര കോളം ഉണ്ടെന്ന് നമ്മൾ ആദ്യം ഡിറ്റർമൈൻ ചെയ്യും. ഇവിടെ എത്ര കോളമാ ഉള്ളത്? 3. അത് നമ്മളെ ഇപ്പോഴുള്ള യൂസർ ആണോ തീരുമാനിക്കുന്നത്? അല്ല, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് എത്ര കോളമാണ്, അല്ലെങ്കിൽ എത്ര ഡേറ്റ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇതിന് ഓരോന്നിന്റെയും ഡൊമൈനിന്റെ കൺസ്ട്രെയിന്റ് എത്രയാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഈ ഡിസൈനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതാണ് DDL. അപ്പൊ DDL-ന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞേ. ഓൾട്ടർ, ക്രിയേറ്റ്, ഡ്രോപ്പ്, ഓൾട്ടർ, ക്രിയേറ്റ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഇല്ലേ? ഡേറ്റ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ, ടേബിളിന്റെ ഡിസൈൻ ആണ്. അതിനെ ഓൾട്ടർ ചെയ്യുന്ന എന്തിനാണ്? നമുക്ക് ഇവിടെ ഉള്ള ഒരു ഫീൽഡ്, ഈ ഫീൽഡിന് എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്യാനോ, അതൊക്കെ നമ്മൾ എന്താ ഡേറ്റയെ അല്ല ചെയ്യുന്നത്, ഇതിന്റെ സ്ട്രക്ചറിനെയാണ് ചെയ്യുന്നത് ഇല്ലേ? അപ്പം ഈ ടേബിളിന്റെ സ്ട്രക്ചറിനെ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള ലാംഗ്വേജ് ആണ് DDL. അതായത് ഇതിന്റെ ഡിസൈനെ, ഡേറ്റാബേസിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ഡേറ്റാബേസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡേറ്റാബേസിന്റെ നമുക്ക് തന്നിരിക്കുന്ന പോലെ സ്കീമ, ഇതിനെല്ലാം ചേഞ്ച് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഇനി എന്തായിരിക്കാം DCL? പ്രിവിലേജ് കൊടുക്കുക, ഡേറ്റ കൺട്രോൾ. ഡേറ്റയെ കൺട്രോൾ ചെയ്യുക. ഡേറ്റയെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ആക്സസ് പ്രിവിലേജസ് സെറ്റ് ചെയ്യും. ആക്സസ് പ്രിവിലേജസ് കൊടുക്കുന്നു. ഏതൊക്കെ? ഗ്രാന്റ്, റിവോക്ക് ഒക്കെ കൊടുത്ത് നമുക്ക് ആക്സസ് പ്രിവിലേജ് കൊടുക്കാം. അതേപോലെ TCL, എന്താണ് TCL? ട്രാൻസാക്ഷൻ കൺട്രോൾ, കമ്മിറ്റ്, റോൾ ബാക്ക്, ഇതൊക്കെ ട്രാൻസാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന. അപ്പൊ അതാണ് TCL. അപ്പൊ നമ്മുടെ എന്തായിരിക്കാം നമ്മുടെ ആൻസർ? സ്കീമയെ ഡിഫൈൻ ചെയ്യുന്നതാണ്. സ്കീമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? DDL. DML എന്താന്ന് നമുക്ക് അറിയാം, സ്കീമ DDL എന്താന്ന് അറിയാം, സബ് സ്കീമ DDL. സബ് സ്കീമ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതില് എന്താ പറയാ, സ്കീമ എന്ന് പറഞ്ഞാൽ ഫുൾ വേർഷൻ വരും, ഫുൾ ആയിട്ടുള്ള സ്കീമ. സബ് സ്കീമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പോർഷൻ മാത്രം. നമുക്കറിയാലോ സബ് കൊറി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, കൊറിയയുടെ ഉള്ളിൽ വരുന്ന ഒരു ഭാഗം, അത്രേ ഉള്ളൂ സബ് സ്കീമ DDL എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ സബ് സ്കീമ അല്ല, മെയിൻ സ്കീമ തന്നെയാണ്. അപ്പൊ നമ്മൾ സ്കീമ DDL എന്നുള്ളത് ആൻസർ ആയിട്ട് എടുക്കും. ക്ലിയർ? So answer is option C.
Database schema is the skeleton structure that represents the logical view of the entire database. ഇതൊരു query ആണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത്? ഇത്രയും ലെങ്തി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കത്തില്ലായിരിക്കാം, പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ SQL query ആണ്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. The student information in a university is stored in the relation student. അപ്പൊ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിനകത്ത് എന്തൊക്കെ ഫീൽഡാ ഉള്ളത്? നെയിം ഉണ്ട്, സെക്സ് ഉണ്ട്, മാർക്സ് ഉണ്ട്, ആൻഡ് ഡിപ്പാർട്ട്മെന്റ് നെയിം. ഇത്രയാണ് ഈ ടേബിളിനകത്തുള്ളത്. ഇവിടെ ഒരു SQL query തന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് SQL query. ഇത്രയും ക്വറിയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സെലക്ട് ഡിപ്പാർട്ട്മെന്റ് നെയിം ഫ്രം സ്റ്റുഡന്റ് ടേബിൾ വേർ സെക്സ് ഈക്വൽസ് M, മെയിൽ, ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് നെയിം, ഹാവിംഗ് ആവറേജ് മാർക്സ് ഗ്രേറ്റർ ദാൻ. ഒരു സബ് ക്വറി കൊടുത്തിരിക്കുന്നു, സെലക്ട് ആവറേജ് മാർക്സ് ഫ്രം സ്റ്റുഡന്റ്. ഇവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്. ഈ ഒരു ക്വറി വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും എന്ന് ചെക്ക് ചെയ്തേ. സിമ്പിൾ ആണ്. ആ വലിയ ഇത് കാണുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. നമുക്ക് തന്നിരിക്കുന്ന ക്വറി എന്താണ്? സെലക്ട് ഡിപ്പാർട്ട്മെന്റ് നെയിം ഫ്രം സ്റ്റുഡന്റ് where sex equals male, group by department name, having average marks. നമുക്ക് ഇവിടെ കാണേണ്ട എന്താണ്? ആവറേജ് മാർക്ക് ഗ്രേറ്റർ ദാൻ. എന്തുമായിട്ട്? സ്റ്റുഡൻസ്. ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സെലക്ട് ആവറേജ് മാർക്ക് ഫ്രം സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ ടേബിളിലെ ആവറേജ് മാർക്സിനേക്കാൾ വലുതായിരിക്കണം. ഇവിടെ എന്ത് ആവറേജ് മാർക്കാ? സെലക്ട് ഡിപ്പാർട്ട്മെന്റ് നെയിം. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയാണ് എടുക്കേണ്ടത് അല്ലേ? ഡിപ്പാർട്ട്മെന്റ് നെയിം ഫ്രം സ്റ്റുഡന്റ് വേർ സെക്സ് ഈക്വൽസ് M, ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് നെയിം. സെക്സും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. The average marks of male students, അത് കറക്റ്റാ അല്ലെ? മെയിൽ സ്റ്റുഡൻസിന്റെ ആണ് നമുക്ക് വേണ്ടത്. Male students is more than the average marks of students in the same department. ഇവിടെ എന്താ സബ് ക്വറിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്ങനത്തെ എന്തിന്റെ ബേസിസിലുള്ള ആവറേജ് മാർക്കാ എടുക്കേണ്ടത്? ഡിപ്പാർട്ട്മെന്റ് ബേസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ബേസ് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് നെയിം. അത് ഫസ്റ്റ് ക്വറി അല്ലേ? ഈ സബ് ക്വറി വെച്ചല്ലേ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സബ് ക്വറിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതല്ലേ ചോദിക്കുന്നത്. ആവറേജ് മാർക്സ് ഓഫ് സ്റ്റുഡന്റ് വാട്ട് ഷുഡ് ബി മോർ, അതല്ലേ നമുക്ക് കാണേണ്ടത്. ദ ആവറേജ് മാർക്സ് ഓഫ് മെയിൽ സ്റ്റുഡന്റ് ഈസ് മോർ ദാൻ വാട്ട്? ഇതാണ് സബ് ക്വറിയിലുള്ളത്. ദ ആവറേജ് മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സെയിം ഡിപ്പാർട്ട്മെന്റ് ആണോ? മോർ ദാൻ ദ ആവറേജ് മാർക്സ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ യൂണിവേഴ്സിറ്റി ആണോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആവറേജ് മാർക്സ് ഓഫ് ദി മെയിൽ സ്റ്റുഡൻസ് ഈസ് മോർ ദാൻ ദ ആവറേജ് മാർക്സ് ഓഫ് ദി മെയിൽ സ്റ്റുഡൻസ് ഇൻ ദ മെയിൽ എന്ന് സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ എന്താണ്? ദ ആവറേജ് മാർക്സ് ഓഫ് ദ സ്റ്റുഡന്റ് എന്ന് ഇവിടെ മെയിൽ എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ ഓൾറെഡി മെയിൽ ഉണ്ട്. അപ്പൊ ഈ ഓപ്ഷൻ നമ്മൾ നോക്കുക വേണ്ട. ഈ മൂന്ന് ആൻസറിൽ നിന്നും ഈ മൂന്ന് ഓപ്ഷനിൽ നിന്നും നമ്മുടെ ആൻസർ എന്തായിരിക്കാം? അല്ലേ? ആൻസർ ബി ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ നമ്മളോട് സബ് ക്വറി പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെലക്ട് ആവറേജ് മാർക്സ് ഫ്രം സ്റ്റുഡന്റ് എന്ന. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ടേബിള്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എന്നോ ഒന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല അല്ലെ? സെലക്ട് ആവറേജ് മാർക്സ് ഫ്രം സ്റ്റുഡന്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ആ ടേബിളില് എത്ര മാത്രം സ്റ്റുഡൻസ് ഉണ്ടോ അത്രയും പേരുടെ ആവറേജ് മാർക്കുമായിട്ട് കമ്പയർ ചെയ്യാനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് ഈ സെയിം ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം സബ് ക്വറിയിൽ പറഞ്ഞിട്ടേ ഇല്ല. ഇത് ഫസ്റ്റ് ക്വറിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് നെയിം അനുസരിച്ച് ചെയ്യാനായിട്ട്. സെക്കൻഡ് ക്വറി, അതായത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സബ് ക്വറി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടാണ്. ഈ പാർട്ടിൽ ഈ സെയിം ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല.
ഫ്രം സ്റ്റുഡന്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ടേബിൾ ആണ്. അപ്പൊ ഈ ടേബിളിലുള്ള എന്തുമാത്രം ഡേറ്റ ഉണ്ടോ അത്രയും ഡേറ്റയുടെയും കൂടിയാണ് നമുക്ക് ആവറേജ് മാർക്ക് എടുക്കേണ്ടത്. അപ്പൊ തേർഡ് ഓപ്ഷൻ നോക്കിയേ, ഇവിടെ ആവറേജ് മാർക്സ് ഓഫ് മെയിൽ സ്റ്റുഡന്റ് ഈസ് മോർ ദാൻ ദ ആവറേജ് മാർക്സ് ഓഫ് ദി മെയിൽ സ്റ്റുഡന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സബ് ക്വറിയിൽ ഇവിടെ മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ രണ്ട് ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കാരണം ഇത് നമുക്ക് ഡിസ്കാർഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ബാക്കി ഇവിടെ നോക്കിയേ, ദ ആവറേജ് മാർക്സ് ഓഫ് മെയിൽ സ്റ്റുഡൻസ് ഈസ് മോർ ദാൻ ദ ആവറേജ് മാർക്സ് ഓഫ് ദി സ്റ്റുഡൻസ് ഇൻ ദ യൂണിവേഴ്സിറ്റി. ബിക്കോസ് എന്താണ്, നമുക്ക് സ്റ്റുഡന്റ് എന്ന് മാത്രമേ, ഫ്രം സ്റ്റുഡന്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. ഇതിനകത്ത് ഫസ്റ്റ് കൊറിയയിൽ ഈ സെലക്ട് ഗ്രൂപ്പ് ബൈ ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഗ്രൂപ്പ് ബൈ ക്ലോസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റ് നെയിം അനുസരിച്ച്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ടേബിളില് നമുക്ക് ഡേറ്റ ഉണ്ട്. 10 പിള്ളേരുടെ ഡേറ്റ ആണുള്ളത്. അപ്പോൾ 10 പിള്ളേരിൽ ഒരാൾ എന്തായിരിക്കാം? കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം. അല്ലെങ്കിൽ അടുത്ത എന്താണ്? EC ആയിരിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം. പിന്നെ CS ആയിരിക്കാം. പിന്നെ EC ആയിരിക്കാം. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ്, അതായത് CS എത്ര പേരുണ്ട്? ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, 2 പേരാണ് CS ഉള്ളത്. EC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ എത്ര പേരുണ്ട്? ഇവിടെ 2 പേരാണ് EC ഉള്ളത്. അപ്പൊ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് ആൻസർ കിട്ടണമെങ്കിലാണ് നമ്മൾ ഗ്രൂപ്പ് വൈ വെക്കുന്നത്. ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് നെയിം, അതായത് CS എന്ന് പറയുന്നതിൽ എത്ര പേരുണ്ട്, അവരുടെ ആവറേജ് സാലറി എടുക്കും. അതിനാണ് ഈ ഗ്രൂപ്പ് ബൈ ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പൽ കഴിഞ്ഞിട്ടുള്ള ബാക്കി സബ് ക്വറിയിലാണ് നമുക്ക് ഇവിടെ ഡൗട്ട് വരുന്നത്. ഇപ്പൊ സബ് ക്വറിയിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സെലക്ട് ആവറേജ് മാർക്സ് ഫ്രം സ്റ്റുഡന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യാതൊരു എക്സ്ട്രാ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. സെക്സ് മെയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഡയറക്റ്റ് സ്റ്റുഡന്റിൽ നിന്ന് എത്രമാത്രം ഉണ്ടോ അവരുടെ ഫുൾ ആയിട്ട് കൗണ്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഈസി വേ തന്നെ ഇതുപോലെ ചെക്ക് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. യൂണിവേഴ്സിറ്റി എന്നുള്ള ടോട്ടൽ സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്ക് അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതല്ലേ നമ്മുടെ സബ് ക്വറി. സബ് ക്വറി നോക്കി നമുക്ക് ഈ ഓപ്ഷനിൽ ബിയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ക്വസ്റ്റ്യൻ വന്നു സബ് ക്വറി ആദ്യം നോക്കിയാൽ മതി അല്ലേ? സബ് ക്വറി ആദ്യം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇത് ഇത്രയും നോക്കി നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഈ കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പം ഈ സബ് ക്വറി നോക്കിയാൽ ബാക്കി 4 ഓപ്ഷനിൽ നമുക്ക് ഈസി ആയിട്ട്, നമുക്ക് ഏത് രീതിയിൽ നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടുന്നുള്ള രീതി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ സബ് ക്വറി നോക്കിയാൽ നമുക്ക് അതിന്റെ ആൻസർ എളുപ്പം കിട്ടും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞതാണ് സബ് ക്വറി നോക്കി ചെയ്യാന്ന്. അത് ഓരോ ക്വസ്റ്റ്യന്റെയും ടൈപ്പ് അനുസരിച്ചിരിക്കും. എങ്ങനെ നമ്മൾ നോക്കിയാൽ, ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് എളുപ്പം ആൻസർ കിട്ടുമെന്ന് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ തന്നെ നോക്കേണ്ടതാണ്. So option B is the right answer. This is also എന്താണ്, ഒരു match the following question ആണ്. Normalization, data dictionary, referential integrity, external schema. First option, enforces match of primary key to foreign key, reduces data redundancy in a database, define views of the database for particular users, contains metadata describing database structure. ഏതായിരിക്കാം? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാ മാച്ച് ആവുന്നേ? നമുക്കറിയാം നോർമലൈസേഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? റെഡ്യൂസസ് ഡേറ്റ റിഡൻഡൻസി അല്ലേ? അപ്പൊ തന്നെ ഡേറ്റ ഡിക്ഷണറി, അത് നമുക്കറിയാം എന്താണ്? മെറ്റാഡേറ്റയെ കീപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഡേറ്റ ഡിക്ഷണറി. ഇപ്പൊ ഫസ്റ്റ് 2 ഓപ്ഷൻ നോക്കിയേ. എ സ്റ്റാൻഡ്സ് ഫോർ 2. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട് 2ന്റെ, ബാക്കിയെല്ലാം നമുക്ക് ഡിസ്കാർഡ് ചെയ്തേക്കാം. പിന്നെ വരുന്നത് എന്താണ്? ഡേറ്റ ഡിക്ഷണറി. ബി എന്ന് പറയുന്നത് 4ലേക്ക് വരും. ഇവിടെയും 4, ഇവിടെയും 4. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താ വരിക? പ്രൈമറി കീയും ഫോറിൻ കീയും ആണ് വരുന്നത്. അപ്പം സി എന്ന് പറയുന്നത് 1ലേക്ക്, ഇവിടെ സി എന്ന് പറയുന്നത് 3ലേക്ക്. സോ നമുക്ക് ഇതിവിടെ ഡിസ്കാർഡ് ചെയ്തേക്കാം. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? എക്സ്റ്റേണൽ സ്കീമ.
എക്സ്റ്റേണൽ സ്കീമ എന്ന് പറഞ്ഞാൽ വ്യൂ കൺസെപ്റ്റ് അല്ലേ? അതായത് ഓപ്ഷൻ 3. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. DAR system is market oriented and is used for data analysis by knowledge workers including managers, executives and analysts. അതായത് മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, അനലിസ്റ്റ് ഇവരെല്ലാം ചേർന്ന് ഡേറ്റയെ അനലൈസ് ചെയ്യുന്നു. അത് എന്ത് ടൈപ്പ് ടെക്നിക്കാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് സിസ്റ്റം ആണ്? OLTP ആണോ, OLAP ആണോ, ഡേറ്റ സിസ്റ്റം ആണോ, മാർക്കറ്റ് സിസ്റ്റം ആണോ? Which one is the correct answer? OLAP. No, what is the full form of OLAP? Online analytic program. Online analytical Programming. Processing. Processing. What is OLTP? എന്താണ് OLTP? എന്തായിരിക്കാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് OLTP ആൻഡ് വാട്ട് ഈസ് OLAP? ഇവിടെ നമ്മൾ OLTP അതായത് എന്താണ്? ഇവിടെ ട്രാൻസാക്ഷനെ, ഒരു ബാങ്കിലെ ഒക്കെ പോലെ ഒരു ട്രാൻസാക്ഷനെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസാക്ഷനെ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺസെപ്റ്റ് ആണ് OLTP. ഇനി ഇവിടെ വരുന്നത് എന്താണ്? OLAP ആണ്. അതായത് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്. നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡേറ്റ അനാലിസിസ്. നമ്മൾ ഡേറ്റ മൈനിങ് പറഞ്ഞതുപോലെ തന്നെ അനലൈസ് ചെയ്യുന്ന പ്രോസസ് അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റിന് നമ്മൾ പറയുന്നതാണ് OLAP അല്ലെങ്കിൽ ഓൺലൈൻ analytical processing. So option will be, the right option will be option B.